ലാലേട്ടൻ എത്തിയ സമയത്ത് നെവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് സത്യത്തിൽ നെവിന്റെ പ്രശ്നം എന്താണെന്ന്. അപ്പൊ നമ്മുടെ നെവിൻ പറയുന്നുണ്ട് ഒന്നുമില്ല ലാലേട്ട, ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുമല്ലോ, അതുപോലെ സംഭവിച്ചു പോയി. ഷാനവാസിക്കയുടെ കാര്യത്തിൽ ഇത്രക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, അത് അങ്ങനെ സംഭവിച്ചു പോയി, എന്ത് ചെയ്യാനാ ലാലേട്ട എന്നാണ് നമ്മുടെ നെവിന് നമ്മുടെ ലാലേട്ടന്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ലാലേട്ടൻ വളരെ ദേഷ്യത്തോടെ തന്നെ നെവിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്തു എന്ന് സ്വന്തമായിട്ടൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ എന്ന്. അപ്പൊ നെവിന് ഓരോന്നോരോന്നായിട്ട് ലാലേട്ടന്റെ അടുത്ത് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ അനുവിന്റെ പിന്നാലെ നടന്ന് വെള്ളം ഒഴിച്ചു, പിന്നെ ഷാനവാസിക്കയുമായിട്ട് ഞാൻ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അത് പിന്നീട് അത്രയ്ക്കും വലിയ ഗുരുതരമാകുമെന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല. എന്തായാലും മോശമായി എന്ന് എനിക്കും തോന്നുന്നുണ്ട്. ഒരു കൂസലും ഇല്ലാതെ ആയിരുന്നു നെവിന് ലാലേട്ടന്റെ അടുത്ത് താൻ ചെയ്ത കുറ്റങ്ങളൊക്കെ തന്നെയും തുറന്നു പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇത് കേട്ടിട്ട് നമ്മുടെ ലാലേട്ടനും വല്ലാതെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ ലാലേട്ടന് നെവിന്റെ അടുത്ത് തിരിച്ചും ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് പ്രേക്ഷകരുടെ പ്രീതി പറ്റാനാണോ? പ്രേക്ഷകർ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊരു ഹീറോ ആയിട്ട് കരുതുമെന്ന് വിചാരിച്ചിട്ടാണോ? നിങ്ങളുടെ തമാശയൊക്കെ ഒരു പരിധി വരെ ഞങ്ങൾ അംഗീകരിച്ചു തരും, ആ പരിധി വിട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് നെവിനെ. ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഇത് എന്റെ സ്പേസ് ആണല്ലോ, എനിക്ക് വേണമെങ്കിൽ ഇറക്കി വിടാം. എന്തായാലും അഭിപ്രായം പറഞ്ഞാൽ മതി കേട്ടോ. ഒരാള് വേദന അനുഭവിക്കുന്ന സമയത്ത് അത് ഡ്രാമയാണെന്നൊക്കെ പറഞ്ഞത് കുറച്ച് കൂടി പോയി എന്നും ലാലേട്ടൻ പറയുന്നുണ്ട്. ലാലേട്ടൻ നെവിന് കൊടുത്തത് കണക്കിന് കുറഞ്ഞു പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.